ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു കുട്ടി വിഷു വ്ളോഗ് കാട്ടുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടനും കുഞ്ഞാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിഷു കൈനീട്ടം തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദുബാബിയൊക്കെ അവിടെ നിന്ന് കൂടി ചിരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആദുബാബി എന്താണെന്നറിയില്ല, ഭയങ്കര ചമ്മല കേട്ടോ. അപ്പോൾ വലുതായപ്പോൾ അപ്പോൾ അതേ അവൻ്റെ അടുത്തൊന്നും പോകണില്ല. ലവ്യാണെങ്കിൽ കുഞ്ഞാറ്റയുടെ അടുത്തേക്കൊക്കെ പടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രിയാൻറ്റിയുടെ അടുത്ത് പോകട്ടേക്ക്. അവിടെയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രിയാൻ്റിയാണ്, പക്ഷേ എനിക്ക് പ്രിയാൻ്റി പ്രേവി പിന്നെ ചേട്ടനുണ്ട്, അങ്കിളുണ്ട്. ഒരു ഫോർമാലിറ്റീസിൽ ഒരു ആവശ്യമില്ല കേട്ടോ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അവർ നല്ല യമ്മി മിക്ക വീഡിയോസിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ ആദുബാബിയുടെ ചങ്കാന്ന് വേണ്ടി ഞാൻ പറയാറുള്ളത്. ഡിഫറെൻറ്റ് ഫുഡൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് തരാറുണ്ടെന്നൊക്കെ. ശരിക്കും ഇവർ നെയ്ബറെന്ന് പറയാൻ ഇഷ്ടമല്ല, ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ പോലെ കേട്ടോ. അങ്ങനെയാണ് ആദുവിനൊക്കെ സ്വന്തം പ്രിയവും പ്രേവിയും മാമനും അച്ചാച്ചനൊക്കെ ആട്ടോ. അപ്പോൾ ഇത് അവിടെ പോയിട്ട് സദ്യ കഴിക്കാട്ടോ. അവിടെ ചീര അങ്ങനെ സദ്യക്കുള്ള ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ. ആൻറ്റിയുടെ കുക്കിംഗ് എടുത്ത് പറയണം. ഇപ്പോൾ ലവ്യ ആണെങ്കിലും ലവ്യ സ്റ്റൂ കറിയും ചോറൊക്കെ കൂട്ടിയിട്ട് ലവ്യം കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഓൾറെഡി ആൻറ്റി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു ചോറുണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷു ഒരു വ്ളോഗ്. എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാനും അതും ലവ്യും ഞങ്ങളെല്ലാവരും ഇരിക്കണേ. കാരണം പിന്നെ എനിക്കിതൊരു വ്ളോഗായിട്ട് എടുത്ത് സൂക്ഷിക്കാനും വിചാരിച്ചു കേട്ടോ. കാരണം ആദു വലുതാകുമ്പോൾ ആദുവിൻ്റെ പ്രവീനും പ്രിയാനും ലവ്യും വലുതാകുമ്പോൾ അവർക്ക് കാണും. നമുക്കാണെങ്കിൽ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ ഇത് ആദു ആണെങ്കിൽ സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് അവനാണെങ്കിൽ സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ സാമ്പാർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻജോയ് ചെയ്ത് കഴിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സ് നിറയ്ക്കത് കണ്ടിട്ട് ചിരി വന്നിട്ടുണ്ടല്ലോ. അവരാണെങ്കിൽ എന്താ പറയുക, സ്വന്തം മോൻ്റെ പോലെ കേട്ടോ നോക്കണേ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ലവ്യാണെങ്കിൽ ഭയങ്കര പേടി കേട്ടോ. ആരുടെ വീട്ടിലങ്ങനെ ഒന്നും പോയി ഇരിക്കാത്ത ലവ്യാണ്. ലവ്യ അവിടെ പോയപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ചേട്ടനായിട്ട് ലവ്യ സെറ്റായി. പിന്നെ ചേട്ടൻ്റെ അടുത്ത് നടക്കലും കാര്യങ്ങളായി. പിന്നെ ആദ്യമാണെങ്കിൽ ചേച്ചൻ്റെ വായിൽ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും. അവിടെയാണെങ്കിൽ അത് കുറച്ചും കൂടിയും എന്താ പറയുക, ഫ്രീ ആണ്. ചേട്ടന്മാർ ഇവരൊക്കെ എല്ലാവരും ഉണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോൺ അടിച്ച് മാറ്റി കൊണ്ടുപോവുക, അവിടെ കളിയും കാര്യങ്ങളും. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഓവറായിട്ട് എന്തെങ്കിലും പറയാൻ സത്യം പറയുന്നത് പേടി കേട്ടോ, കണ്ണു പറ്റാണ്ടിരിക്കട്ടെ എന്നൊക്കെ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ എൻജോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവളാണെങ്കിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മാളു എന്ന് നിങ്ങൾക്കറിയാലോ. മീനു മാളു എൻ്റെ ചെറുപ്പം മുതലേയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് പ്രിയ മീൻസ് ആൻറ്റി കേട്ടോ. പ്രിയ ആൻറ്റീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രവീനും ഇരുന്ന് സംസാരിക്കാനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ കുക്കു ചേച്ചി, ഇവരൊക്കെയാണ് എൻ്റെ ഇവിടെയുള്ള ചങ്കുകൾ. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റുണ്ട്. അവരൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാനൊന്നും കിട്ടാറില്ല. പക്ഷെ ഇവളൊക്കെ കാണാൻ കിട്ടുന്ന ചാൻസൊക്കെ ഞാൻ ഫുള്ള് ഇവരുടെ പോയിട്ട് എൻഗേജ്ഡ് ആയിട്ട് കളിയും കാര്യങ്ങളും. അതിന് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം പ്രവീനാണ് കേട്ടോ. അവളാണ് കുറേ കളിപ്പിച്ചും. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വിഷു ആയിട്ട് അങ്ങനെ നല്ലൊരു വിഷു ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സന്തോഷം. ഇത് ഫോട്ടോഷൂട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് വലുതാകുമ്പോൾ കാട്ട് കൊടുക്കണം. അതിന് വക കുറുമ്പുകളും കാര്യങ്ങളും. ഇതിപ്പോൾ എത്രാമത്തെ റീടേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളിത് പ്രവീനെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഞാനും ലവ്യും അവിടെ നിന്ന് മീൻസ് അവിടെ നിന്നിട്ട് ഇതാക്കുന്നത് ഇഷ്ടമില്ല. കാരണം അവനെ എല്ലാവരും ഞങ്ങളില്ലെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങളുള്ള സമയത്താണെങ്കിൽ ശ്രദ്ധ കുറച്ച് ഡൈവേർട്ടായിട്ട് കുറച്ച് എൻ്റെ അടുത്തേക്ക് കുറച്ച് ലവ്യയുടെ അടുത്തേക്ക് പോകുമല്ലോ. അപ്പോൾ അവൻ്റെ അപ്പുറത്ത് പ്രവി ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു വിഷു ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മാമ്മ നമ്മുടെ ലവ്വാച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മ വേഗം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തായാലും അമ്മാമ്മ വിഷു കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. പക്ഷെ അമ്മാമ്മ വള തരുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര അച്ഛനും അമ്മയും ആരൊക്കെ എടുത്തു കൊടുക്കുകയെങ്കിലും അമ്മാമ്മ തരുമ്പോൾ അതൊക്കെയൊരു സ്പെഷ്യലായിട്ടൊരു ഫീലാട്ടോ തോന്നി. ഞാൻ ഇവിടെ പറയും, എനിക്ക് പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു. കാര്യമായിട്ടും ലൈക്ക് എന്താ പറയുക,
എൻ്റെ അമ്മയുടെ അമ്മാമ്മ എന്ന് പറഞ്ഞ കൊടുത്തപ്പോഴേക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. പിന്നെ വിഷു കഴിഞ്ഞിട്ട് എപ്പോഴും ഇവിടെ നാട്ടിലുള്ള സമയത്ത് അമ്മാമ്മ തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക പണ്ടത്തെ നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരണേ. അത് വിഷു കഴിഞ്ഞിട്ട് എന്തായാലും കാര്യങ്ങൾ പണ്ടേ മുതൽ അമ്മാമ്മയും നീമിയും അഷ്ടേച്ചിമാരെല്ലാവരും നമുക്കിങ്ങനെ വിഷു കഴിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഇതേ ലവ്വാച്ചി അവിടെ പോയിട്ട് ഇതേ ടി വി കാണാനും കളിയും കാര്യങ്ങളും ഒരേപോലത്തെ മാച്ചിങ് ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് മാച്ചിങ് അല്ല നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഇതാട്ടോ. പിന്നെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഷാരയാണെങ്കിൽ ലവീനെ എടുത്ത് നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളത് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലവ്വി. പിന്നെ അമ്മാമ്മയ്ക്കാണെങ്കിൽ ലവ്വിനെ കൂടുതൽ ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിനീഷ് ചേട്ടനാണെങ്കിലും ഇളയമ്മയ്ക്കാണെങ്കിലും അമ്മാമ്മയ്ക്കാണെങ്കിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോവാന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. കാരണം നമ്മുടെ അമ്മാമ്മയുടെ അമ്മേൻ്റെ മുത്തിയമ്മാമ്മ ആളുടെ ചായ ഉണ്ടെന്ന് അമ്മാമ്മ പറയാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളിത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ മാംഗോ ലസ്സി എടുത്ത കേട്ടോ. കാരണം ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുഖമൊക്കെ ഇങ്ങനെ ചോന്നൻ്റെ ഒരു പരിവായി തന്നെ പറയണം. അതുപോലെ ചോന്നു ഹ്യൂമിഡായിട്ട് പറ്റുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ പുറത്തിറങ്ങി വന്നാൽ ഭയങ്കര വയ്യായാണ്. പിന്നെ എനിക്കറിയില്ല കാറ് ഓടിച്ചിട്ടാണോ ക്രോക്സ് ചെരുപ്പിട്ടിട്ടാണോ എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കാലുമ്പോൾ തഴമ്പൊന്നു ഗായ്സ്, കാലുമൊക്കെ തഴമ്പൊന്നും വരാത്ത ഞാനാണ്. ഒന്നില്ലെങ്കിൽ ക്രോക്സ് ചെരുപ്പിട്ടിട്ടാണ് സ്ഥിരം പോവാറ്. അറിയില്ല, ആർക്കെങ്കിലും അറിയണ കമൻറ്റ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ബിനീഷ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ബിനീഷ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളുടെ ചങ്കാൾക്കാരാട്ടോ. ബിനീഷ് ഏട്ടൻ, കുഞ്ഞുമാമൻ, വലിയമാമൻ എന്ന് സന്തോഷമാണെന്നറിയും ഇവരൊക്കെ വരുമ്പോൾ. അപ്പോൾ ബിനീഷ് ഏട്ടൻ വന്നിട്ടാണെങ്കിൽ ചക്കയും കുറേ പൂവമ്പഴവും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ലവ്വിക്ക് നീമ കൈ നീട്ടം കൊടുത്തു. പിന്നെ അതേ ബിരിയാണി ഒക്കെ അമ്മാമ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാത്ത എനിക്ക് വിശക്കുണ്ടെങ്കിൽ ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യിപ്പിച്ച് തന്നു. അതിന് ബിരിയാണി ഒക്കെ കഴിച്ചു. പിന്നെ ഇത് അഷ്ടേച്ച് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ റിലേറ്റീവ്സിൻ്റെ അടുത്ത് അവരൊക്കെ പോകാൻ. പിന്നെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിഷുവായിട്ട് ഞാൻ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. വിഷുവായിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ സർപ്രൈസായിട്ട്. പിന്നെ ഞാൻ മാറ്റി. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അവിടെ പോവാം വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക ഈ ലവ്വി ബാബി, രാഹുൽ ചേട്ടൻ എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ലവ്വിനെ എടുക്കാനെങ്കിലും കളിപ്പിക്കാനാണെങ്കിലും ഇപ്പോൾ രാഹുൽ ചേട്ടൻ ഉണ്ട്. വല്യമാമൻ, ഹരിക്കുട്ടനും കുഞ്ഞുമാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാൻ ലവ്വിയായിട്ട് റൂമിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി പറഞ്ഞ് ഞാൻ സംസാരിക്കാൻ പോയി. ഭയങ്കര സന്തോഷം ഇവർ കാണുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പിത്തിരൊക്കെ രാത്രി കത്തിച്ചു. കമ്പിത്തിരി കത്തിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് അഷ്ടേച്ചിയുടെ ഐഡിയ കേട്ടോ. ഞാനാണെങ്കിൽ പിള്ളേർക്ക് സത്യം പറയുകയാണെങ്കിൽ കമ്പിത്തിരി എങ്ങനെയാണ് കൊടുത്തത് അഷ്ടേച്ചിക്ക് ബുദ്ധി വിവരമൊക്കെ ഉള്ളതിന്. പിന്നെ ആൾ ഡോക്ടറല്ലേ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധി വിവരമൊക്കെ ഉണ്ടാവില്ലേ. ആളാണെങ്കിൽ എന്താ പറയുക ഈ വാഴയുടെ മറ്റേ തണ്ടുണ്ടല്ലോ, തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു. പിന്നെ അഷ്ടേച്ചി മറ്റേ മേശപ്പൂ എന്നല്ല പറയുക, മേശപ്പൂ കത്തിക്കണേൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഫ്യൂവലിങ്ങനെ ഫ്യൂവലല്ല എന്താ പറയുക, പെട്ടെന്നൊരു ടക്കേന്നൊരു സംഭവം ഇങ്ങനെ പോകുന്ന പോലെ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. മുഖത്ത് എന്തെങ്കിലും പറ്റുമോ തന്നെ വിചാരിച്ചു പോയി പേടിച്ചിട്ട്. പക്ഷെ ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം കത്തിക്കാനൊന്നും നിന്നില്ല. അധികം അതിസാഹസിക പ്രവൃത്തികളും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല. അങ്ങനെ കമ്പിത്തിരി അതൊക്കെ കത്തിച്ചു. അങ്ങനെ ഒരു കുട്ടി എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ളൊരു വിഷു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.